ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് 2D ട്രാൻസ്ഫോർമേഷൻ്റെ ഹോമോജീനിയസ് കോർഡിനേറ്റ്സ് വെച്ചുകൊണ്ട് പറയുന്ന ടെക്നിക്കാണ്. ലാസ്റ്റത്തേതാണ് ഇന്ന് പറയാൻ പോകുന്നത്, ഷിയറിങ്. ബാക്കിയെല്ലാം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ലാസ്റ്റ് ടെക്നിക്കാണ് ഷിയറിങ്. എന്താണ് ഷിയറിങ്? ഷിയറിങ് എന്ന് പറഞ്ഞാലും ഒരു തരം ചേഞ്ച് തന്നെയാണ്. ഒബ്ജക്റ്റിൽ തന്നെ ചേഞ്ച് വരും. അതായത് ഏതെങ്കിലും ഒരു കോർഡിനേറ്റിൽ വരുന്ന ചേഞ്ചിനെയാണ് ഷിയറിങ് എന്ന് പറയുക. അതൊരു എക്സ് കോർഡിനേറ്റിലാവാം അല്ലെങ്കിൽ വൈ കോർഡിനേറ്റിലാവാം. എക്സ് കോർഡിനേറ്റിൽ മാത്രം ചേഞ്ച് വരുത്തണം പറയും എക്സ് ഷിയർ എന്ന് പറയും, അല്ലെങ്കിൽ എക്സ് ഷിയറിങ് എന്ന് പറയും. അതേസമയം വൈ കോർഡിനേറ്റിൽ മാത്രമാണ് ചേഞ്ച് വരുത്തുന്നതെങ്കിൽ വൈ ഷിയറിങ് എന്ന് പറയും. അതാണ് നമ്മൾ ഈ ഒരു ഇതിൽ പഠിക്കുന്നത്, ഷിയർ. A transformation that slants the shape of an object is called the shear transformation. ഷേപ്പിലുള്ള ചേഞ്ചിനെയാണ് ഷിയർ എന്ന് പറയുന്നത്. There are two shear transformations, X shear and Y shear. One shift X coordinates value and other shift Y coordinates. ഒന്ന് പറഞ്ഞാൽ എക്സിൻ്റെ വാല്യൂ ഷിഫ്റ്റ് ചെയ്യലും മറ്റു വൈൻ്റെ വാല്യൂ ഷിഫ്റ്റ് ചെയ്യലും. However, in both the cases, only one coordinate changes coordinates and other preserves its value. Shearing is also termed as QV. എന്താണ് രണ്ട് കേസിൽ എന്താണ് ഓരോ കോർഡിനേറ്റ് മാത്രമേ ചേഞ്ച് ആവുള്ളൂ. ഷിയറിങ്ങിൻ്റെ മറ്റൊരു പേരും കൊണ്ട് സ്ക്യൂയിങ്. നോക്കൂ, എക്സ് ഷിയറാണ് കാട്ടുള്ളത്. എക്സ് ഷിയർ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു എക്സ് ഷിയറിൻ്റെ എക്സ് വാല്യൂ ആണ് മാത്രമാണ് ചേഞ്ച് ചെയ്തത്. അത് എക്സ് വാല്യൂ ചേഞ്ച് ചെയ്തിട്ട് വൈ വാല്യൂ പ്രിസർവ് ചെയ്ത് വയ്ക്കാം. അതിനാണ് വിച്ച് കോസസ് വെർട്ടിക്കൽ ലൈൻസ് ടു റൈറ്റ് ഓർ ലെഫ്റ്റ്. ഇങ്ങനത്തെ കേസുകളിലാണ് വെർട്ടിക്കൽ ലൈൻ എന്ന് പറയുന്നത് റൈറ്റിലോട്ടോ ലെഫ്റ്റിലോട്ടോ ഷിഫ്റ്റ് ചെയ്യുക. നമുക്ക് ശ്രദ്ധിക്കൂ, ഇതാണ് ചിത്രം, മെയിൻ ചിത്രം. അപ്പോൾ ഇതിൽ എക്സ് മാത്രം ചേഞ്ച് ചെയ്യാൻ പറയുമ്പോൾ ഈ ഒരു പോയിൻ്റ് വൈൻ്റെ ഈ പോയിൻ്റ് സെയിം ആയിരിക്കും. അതായത് ഇവിടെ തന്നെയാണ് ഈ പോയിൻ്റ് വരിക. വേറെ നോക്കൂ, ഈ വാല്യൂ സെയിം ആയിരിക്കും. ഇവിടെ നിന്നിട്ടുള്ളതും സെയിം ആയിരിക്കും. എക്സ് ചേഞ്ച് ചെയ്യാൻ എക്സ് ഷിയർ എന്ന് പറഞ്ഞാൽ അവിടെ നോക്കൂ, ഇവിടെ ഉണ്ടായിരുന്ന എക്സിന് ചേഞ്ച് വന്നു, ഇവിടെ ഉണ്ടായിരുന്ന എക്സിന് ചേഞ്ച് വന്നു. എക്സിൻ്റെ വാല്യൂ ഇവിടെ ആയി, എക്സിൻ്റെ വാല്യൂ ഇത്ര ചേഞ്ച് വന്നു. അതുപോലെ ഈ സീറോയിലുണ്ടായിരുന്ന എക്സ് ഇവിടെ എത്തി. ഈ എക്സ് വാല്യൂ ഇവിടെ ആയി, ഈ എക്സ് വാല്യൂ ഇവിടെയായി. വൈയുടെ ചേഞ്ച് ചെയ്യുന്നില്ല. വൈ വാല്യൂ ഇതാണ്, ഇവിടെ സീറോ ആണ്, ഇവിടെ സീറോ ആണ് കറക്റ്റ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെ പറയും എക്സ് ഷിയറിങ്. അതേസമയം വൈ ആണെങ്കിൽ വൈ ഷിയർ എന്ന് പറയും. വൈ വാല്യൂ വൈ കോർഡിനേറ്റ്സിലാണ് ചേഞ്ച് ചെയ്യുന്നത്. വൈ ഷിയർ പ്രിസർവ് ദ എക്സ് കോർഡിനേറ്റ്സ് ആൻഡ് ചേഞ്ചസ് വൈ കോർഡിനേറ്റ് which causes the horizontal line transformation into line slopes horizontal point figure. ഇതാണ് ഒറിജിനൽ ഒബ്ജക്റ്റ്. ഇതിൽ വൈക്കാണ് ചേഞ്ച് ചെയ്യുന്നത്. ഇത് എക്സ് സെയിം ആയിരിക്കും. ഇവിടെയാണ് എക്സ്, ഇതാണ് എക്സ് വാല്യൂ. ഈ എക്സ് വാല്യൂ തന്നെയാണ് ഇപ്പോഴും വരുന്നത്, സെയിം എക്സ് വാല്യൂ. ആ സമയം വൈ ഇതാണ്, വൈ ചേഞ്ചായി, വൈൻ്റെ വാല്യൂ ഇവിടെ എത്തി. അതായത് ഇവിടെയുള്ള വൈ ഇവിടെ. നമ്മുടെ വൈൻ്റെ വാല്യൂയിലാണ് ചേഞ്ച്. അത് മനസ്സിലാവണം. പെട്ടെന്ന് മനസ്സിലായാൽ പോലും പെട്ടെന്ന് വരയ്ക്കാൻ കഴിഞ്ഞോണമെന്നില്ല. അതുകൊണ്ട് നന്നായിട്ട് ശ്രദ്ധിക്കും. ഇത്രയോട് പറയാണ് ഷിയറിങ് എന്താണ്, എക്സ് ഷിയർ എന്താണ്, വൈ ഷിയർ എന്താണ്, ഇതിൻ്റെ ഫിഗർ. ഇത്ര കാര്യങ്ങൾ കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു സെക്ഷൻ അവസാനിച്ചിട്ടുണ്ട്. എന്താണ് 2D ട്രാൻസ്ഫോർമേഷൻ എന്നും എന്താണ് ഹോമോജീനിയസ് കോർഡിനേറ്റ്സ് എന്നും ഈ 2D ട്രാൻസ്ഫോർമേഷൻ ടെക്നിക്സുകളും. ഇത്രയേ ഉള്ളൂ. ഈസിയാണ്, നന്നായിട്ട് മനസ്സിലാക്കിയിട്ട് പഠിക്കുക. ഓക്കെ, താങ്ക് യു.